ടെലഗ്രാമിൽ മോർഫിംഗ് ചിത്രങ്ങളുടെ വിൽപ്പന നടക്കുന്നത് ആസൂത്രിതമായി. ആദ്യം മൂവി ഗ്രൂപ്പുകൾ തുടങ്ങി അംഗങ്ങളെ കൂട്ടിയ ശേഷം ഇവയെ അശ്ലീല ഗ്രൂപ്പുകളാക്കി മാറ്റുകയാണ് രീതി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക. തുടർന്ന് മോർഫ് ചെയ്ത് അശ്ലീല ചിത്രമാക്കി ടെലഗ്രാമിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുക. സമീപകാലത്ത് പരാതികൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും അന്വേഷണം എങ്ങുമെത്താതെ പോകുന്നതിന്റെ കാരണം ഇത്തരം സംഘങ്ങൾ നടത്തുന്ന ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. ആദ്യം മൂവി ഗ്രൂപ്പുകൾ തുടങ്ങുന്നതാണ് ഇവരുടെ രീതി. സിനിമകളുടെ ലിങ്കുകൾ അയച്ചു നൽകി അംഗങ്ങളെ കൂട്ടും. ഇങ്ങനെ 1000 മുതൽ 16,000 വരെ അംഗങ്ങളായ ശേഷം ആ ഗ്രൂപ്പുകളുടെ പേരും ലിങ്കും മാറ്റി അശ്ലീല ഗ്രൂപ്പുകളാക്കും. മല്ലു മൂവി കോർണർ, മല്ലു സിനിമാസ് എന്നിവ ഉദാഹരണങ്ങൾ മാത്രം. ഇതിനിടയിൽ അശ്ലീല ഗ്രൂപ്പുകൾ ആവശ്യമില്ലാത്തവർക്ക് അതിൽ നിന്ന് പുറത്തുപോകാം. സിനിമാ ഗ്രൂപ്പുകൾ അശ്ലീല ഗ്രൂപ്പുകളാക്കി മാറ്റിയെങ്കിലും അഡ്മിന്മാർ പഴയത് തന്നെയായിരിക്കും. ഇങ്ങനെ പേരുമാറ്റം നൽകി തുടങ്ങുന്ന അശ്ലീല ഗ്രൂപ്പുകളിൽ വിൽപ്പനയ്ക്ക് വരുന്നത് മോർഫ് ചെയ്ത സ്ത്രീകളുടെ ചിത്രങ്ങളും നമ്പറുകളും. ചെറിയ തുക മുതൽ വൻ തുക വരെ നൽകി ഇവ വാങ്ങാൻ ചെറുപ്പക്കാർ മുതലുള്ളവരുണ്ട്. എന്നാൽ പരാതി ലഭിച്ച് അന്വേഷണവുമായി ചെന്നാൽ ഈ ഗ്രൂപ്പുകൾ ഇവർ ഡിലീറ്റ് ചെയ്യും മുൻപ് ഗ്രൂപ്പുകളിൽ പുതിയതായി ഉണ്ടാക്കിയ ഗ്രൂപ്പുകളുടെ ലിങ്കുകളും അഡ്മിന്മാർ തന്നെ പങ്കുവച്ചിട്ടുണ്ടാകും. അതേസമയം മാസ് റിപ്പോർട്ടിംഗ് നടത്തി ഗ്രൂപ്പുകൾ പൂട്ടിക്കാമെന്ന് കരുതിയാലും നടക്കില്ല. റിപ്പോർട്ട് ചെയ്യുന്ന അക്കൗണ്ടുകളെ സ്പാമായി മാത്രമേ ടെലഗ്രാം കാണൂ. അതിനാൽ തന്നെ ഇത്തരം സംഘങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് തടയിടാൻ പുതിയ സംവിധാനമോ രീതിയോ കൊണ്ടുവരിക എന്നതാണ് കേരള പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.